സോ ഫൈനലി നമ്മൾ എൻ്റർ ചെയ്തു. ഫൈനലി വി റീച്ച്ഡ് ഇഷ യോഗ. നമ്മൾ എത്ര മണിക്കൂർ എടുത്തുടാ? 4.5 മണിക്കൂർ. 4.5 hours to travel 32 kilometers. Only. ഭയങ്കര തിരക്കാണ്. പക്ഷെ ഭയങ്കരമായിട്ട് നന്നായിട്ടാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. കാറിന് തനി പാർക്കിംഗ്, പിന്നെ അതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, യെല്ലോ കളർ ഡ്രസ്സിലുള്ളത് വോളണ്ടിയേഴ്സ് ആണ്. അത് ഫ്രം മെയിൻ റോഡിൽ നിന്ന് അവരുണ്ട് കേട്ടോ, ഫുള്ളായിട്ടുണ്ട്. പിന്നെന്താ, ഓരോ തെങ്ങിൻ തോട്ടത്തിൽ ഫുള്ളായിട്ട് പാർക്കിംഗ് ഇല്ലടാ, ബൈക്ക് പാർക്കിംഗ്. അതാണ് സംഭവം കിടുവായിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഫുൾ 2 സൈഡ് പാർക്കിംഗ് ആണ്. ജസ്റ്റ് ഫൈനലി വി റീച്ച്ഡ് ഹിയർ. നമ്മളപ്പോ ഓക്കെ, അവർ കറക്റ്റ് ആയിട്ടാണല്ലേ എല്ലാ വലിയ വണ്ടികളെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാറുകള് എന്തായാലും നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇതുവരയ്ക്കും. അപ്പാർട്ട് ഫ്രം ട്രാഫിക് ബാക്കിയുള്ളതൊക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇനി സദ്ഗുരുവിന്റെ അടുത്ത് പോകുമ്പോ കാണിക്കാം അല്ലേ ഡാഡാ, സ്റ്റേജിലെത്തുമ്പോ. സോ ഫൈനലി നമ്മൾ എൻ്റർ ചെയ്തു. ഇവിടെ എത്തിയിട്ട് നമ്മളുടെ ആൾക്കാർ പൂരി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വേണ്ടത്? പൂരി കടല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശരി അവരുടെ ഇഷ്ടത്തിന് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കണ്ടോ, ഇങ്ങനെ 2 സൈഡിലും ടോയ്സും ഇതുപോലെയുള്ള ഐസ്ക്രീംസ്, കടല, എന്താ പറയുക, പുഴുങ്ങിയ കടല, ചോളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കിട്ടും. അതിന് മുമ്പ് ഇത്രയും കണ്ടിട്ടില്ല. ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇത്തവണ. ചോളം നോക്കടാ. ചോളം, കപ്പ ചിപ്സ്, പിന്നെ കടല പുഴുങ്ങിയത്, ആ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ ടേസ്റ്റൊക്കെ. ഇതായിരുന്നു മെയിനായിട്ട് നമ്മളുടെ, കണ്ടില്ലേ ഇവിടെയും കടലയും ഇതാണ് താരം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ 2 സൈഡിലും ഇങ്ങനെ കുറേ ഇളനീര്, ഐസ്ക്രീംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഈ ചേട്ടൻ ഇവിടെ വാച്ച് മിഠായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം വേറെ ഒന്നും അല്ല കേട്ടോ, ഇങ്ങനെ കുറേ ഒരു സ്റ്റിക്കി പോലെയുള്ള ഒരു മിഠായി അതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് ഷേപ്പിൽ വേണോ അത് അവരാക്കി തരും, നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ചെയ്ത് തരാം. പിന്നെ അങ്ങനെ നമ്മൾ കയ്യിൽ നിന്ന് കടിച്ചെടുത്ത് കഴിക്കാം. പിന്നെ പിള്ളേർക്ക് അതെന്തോ ഇൻട്രസ്റ്റ് തോന്നിയില്ല, അപ്പം നമ്മൾ അവർക്കത് മേടിച്ചില്ല. അവർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അവർ. പിന്നെ ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കുള്ളതാ, ലുട്ടാപ്പിയുടെ. എൻ്റെ മോൻ കൈ ഒടിഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫൈനലി നമുക്കും പാസ് കിട്ടി. എങ്ങനെയാന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എൻട്രി ഒരു പാസ് വേണം കേട്ടോ അകത്ത് കയറാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 50,000 മുതൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ക്യാഷിൻ്റെ ബേസിസിലാണ്. ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ കൊടുക്കണം. ഫുൾ കണ്ടില്ലേ വാവച്ചി, അബ്യു ഫുൾ ഇതാടാ റിവേഴ്സിൻ്റെ നെയിംസ് ആണ് അവരുടെ. നമുക്ക് ഏതാ കിട്ടിയിരിക്കുന്നതെന്ന് പറയും. നമ്മൾ സാധാരണ ബുക്ക് ചെയ്യാതെയൊക്കെ പോയിട്ട് റിസർവ്ഡ് സീറ്റ്സിലൊക്കെ ഇരിക്കാറുണ്ട്. ഇത്തവണ കുറേ പേര് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ നമുക്ക് ഹസ്ബൻഡിൻ്റെ മാനേജർ 4 ടിക്കറ്റ്സ് തന്നുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ആ പരിപാടി ചെയ്യേണ്ടി വന്നില്ല. ഡയറക്റ്റ് നമ്മളെത്തി. കണ്ടില്ലേ, എത്തി വരുന്ന നമ്മളെ ശങ്കർ മഹാദേവന്റെ പാട്ടോട് കൂടിയാണ് നമ്മളെ വരവേറ്റിരിക്കുന്നത്. മഹാശിവരാത്രി
സർവകാരീഷു ശങ്കർ മഹാദേവൻ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. പിള്ളേരാണെങ്കിൽ വിശന്നിട്ടിരിക്കുക കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഫുഡുകൾ അവർക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല, പച്ചി പോണ്ടെന്ന്. നമ്മളിങ്ങനെ മഹാ അന്നദാനം ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. അതാണ് ഭയങ്കര ഹൈലൈറ്റ് കേട്ടോ. നമ്മൾ ശിവരാത്രിയുടെ ഭയങ്കര ഹൈലൈറ്റാണ് മഹാ അന്നദാനം. അപ്പോൾ ഒത്തിരി തവണ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. സോ നമ്മളിപ്പോൾ ഇവിടെ മഹാ അന്നദാനം ഫുഡ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഈറ്റബിൾ സ്പൂൺ കാണിക്കൂ. സാമ്പാർ സാദം പിന്നെ സ്വീറ്റ് പൊങ്കൽ, അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. സംഭവം കീട്ടു കേട്ടോ. മഹാ അന്നദാനം നമ്മൾ മറ്റ് ഫുഡ് കൗണ്ടറിൽ നിന്ന് മേടിക്കാൻ തന്നെ നന്നായില്ലേ. കാരണം ഇവിടുത്തെ ഫുഡ് നന്നായിട്ടുണ്ട്. പിള്ളേരൊക്കെ 2 തവണ മേടിച്ചു കേട്ടോ. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ശങ്കർ മഹാദേവ് നമ്മളെ ഹിന്ദുസ്ഥാനി പാട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. സുനോ ഗൗർസെ ദുനിയാവാലോ ആ പാട്ട്. നമ്മൾ എന്താ പറയുക 80s കിഡ്സിൻ്റെ ഒരു വികാരം കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. സദ്ഗുരു ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ രുദ്രാക്ഷത്തിൽ. അപ്പം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, സദ്ഗുരു നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഓൺലൈനിൽ നമുക്ക് രുദ്രാക്ഷ ദീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് രുദ്രാക്ഷ ദീക്ഷ അല്ലെങ്കിൽ ഫ്രീ രുദ്രാക്ഷ ഓൺലൈനിൽ നിന്ന് കൊടുത്ത് നമുക്ക് ആ ലിങ്കിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി. വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് വരും കേട്ടോ, ഒരു പൈസയും കൊടുക്കണ്ട. നമ്മൾ ഫുൾ സെറ്റായിട്ടാണ് പോയിരിക്കുന്നത്, കണ്ടില്ലേ. പോത്തപ്പ് തലേണ മാത്രം ഒരു മിസ്സിങ് ഉള്ളൂ. എല്ലാവരൊക്കെ സെറ്റായി ഫുഡ് കഴിച്ചോണ്ട് അവർ ഫ്ലാറ്റായി. അവരെന്നെ വഴിയും കണ്ടുപിടിച്ചിട്ടോ കിടക്കാനുള്ള വഴി. ഇവൻ കിഡുവാണ് കേട്ടോ. എൻ്റെ പേര് പാരഡോക്സ് എന്തോ ആണ്, റിയൽ നെയിം അതാണോ എന്ന് അറിഞ്ഞൂടാ. അവൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റാപ്പ് സിംഗേഴ്സ് ആയിരുന്നു. പുള്ളിന്ന് വെച്ചാൽ കിഡു ആയിരുന്നു അവൻ്റെ പെർഫോമൻസ്. ശങ്കർ മഹാദേവൻ, ഇവൻ പിന്നെ ഒരു പഞ്ചാബി സിംഗർ, പേര് മറന്നു, പഴയ ആളാട്ടോ. ഇവർ 3 പേരാണ് തകർത്തത് ശരിക്കും. भोला मेरा नाचे डम 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 डमरू बाजे. साथ गाना सबने ഒരു പെർഫോമൻസ് കിടുവാണ് കേട്ടോ. 2 പേരാണ് വന്നിട്ടുള്ളത്. 2 പേരും കിടു പെർഫോമൻസ്. ഇതല്ലാതെ അവർ വേറൊരു സോങ് പെർഫോം ചെയ്തിരുന്നു ഇതിന് മുൻപ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അതൊന്ന് എൻജോയ് ചെയ്തോളൂ. അപ്പോൾ പൊളിയാണ്. സമയം 4:30 ആയി. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും പകുതി പേര് എഴുന്നേറ്റുണ്ട്. കാരണം ഭയങ്കര റഷായിരിക്കും. നമുക്ക് കാറ് പുറത്തേക്ക് എടുക്കാൻ തന്നെ ഒരു കുറേ സമയം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കഴിയാൻ വെയിറ്റ് ചെയ്തില്ല. എന്തായാലും 4:30 ആയല്ലോ. ഓൾമോസ്റ്റ് തീർന്നു, പരിപാടീസൊക്കെ തീർന്നു. പിന്നെ ഇപ്പോൾ പഞ്ചാബി സിംഗർ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അഭിയോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. അടിപൊളി, സൂപ്പർ. ആച്ചി വാസ് ദ പ്രോഗ്രാം? ഓക്കേ ബൈ. അങ്ങനെ ഇത്തവണത്തെ മഹാശിവരാത്രിയും കണ്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. ഒരു 4:30, ഞാൻ പറഞ്ഞല്ലോ 4:30 ആയിട്ടുള്ള സമയം. പക്ഷേ ഓൾമോസ്റ്റ് പകുതി പേരൊക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ട്രാഫിക്കിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി. നമ്മളൊരു 1/2 മണിക്കൂർ ട്രാഫിക്കിൽ പെട്ടു, പക്ഷേ പിന്നെ വേഗം എത്തിയിട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.